അല്ലാഹുവേ റഹ്മാനായ റബ്ബേ പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരെല്ലാം ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും സമൂഹത്തിന് ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ വലിയ ഉന്നതങ്ങളിൽ എത്തിക്കാൻ ഉമ്മമാരി ചെറിയൊരു സൂറത്ത് ഓതി നോക്ക്. മക്കൾ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു നൽകുന്നതാണ്. വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ മക്കളിൽ അത്ഭുത മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഒരു മഹാന് കിട്ടിയ അനുഭവം, ഒരു മഹാന് കിട്ടിയ ഒരു അനുഭവം ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിക്കുന്നതാണ്. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് മക്കൾ വലിയ ഉയർച്ചയിലെത്തുക എന്നത്. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടല്ലേ, എന്റെ മകൻ വലിയ ഉയർച്ചയിലെത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ പറയുന്നത് അനുസരണയോട് കരുണയോട് കേൾക്കാനുള്ള കുട്ടികളായിരിക്കുക എന്നതും അതുപോലെ തന്നെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നല്ലവണ്ണം പഠനത്തിൽ മുന്നേറണമെന്നാണ്, ഉയർച്ചകളിലെത്തണമെന്നാണ്. അതിനുള്ള നല്ല ഒരു അമൽ മഹാന്മാർ പറഞ്ഞു തന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ആദ്യമായി നമ്മളെ പഠിപ്പിക്കേണ്ടിയുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ചും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുമൊക്കെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടിയുള്ളത്. അല്ലാഹുവിനോടും റസൂലിനോടും മുഹബ്ബത്ത് വെക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നാം മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണേ. നിങ്ങളുടെ ദുആയാണ് മാതാപിതാക്കളുടെ ദുആയാണ്. നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നിങ്ങളെതിരായി ദുആ ചെയ്യരുത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നാം മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ദേഷ്യം വരുമ്പോൾ അവർക്കെതിരായി ഒരിക്കലും നമ്മൾ ദുആ ചെയ്യരുത്. അല്ലെ, അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അവർക്കെതിരായി ദുആ ചെയ്യരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉടനെ അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂന്ന് ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. മൂന്ന് പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്, ഉടൻ തന്നെ ഉത്തരം നൽകുന്നതാണ്. അതിലൊന്നാമത്തത് ആക്രമിക്കപ്പെട്ടവന്റെ ദുആയാണ്. ഒരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. രണ്ടാമത്തത് യാത്രക്കാരന്റെ ദുആയാണ്. യാത്രക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. മൂന്നാമത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, മക്കൾക്ക് വേണ്ടി അനുകൂലമായി ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, അനുകൂലമായി ദുആ ചെയ്താലും പ്രതികൂലമായി ദുആ ചെയ്താലും ഉടൻ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും അനുകൂലമായി ദുആ ചെയ്യണേ. നിങ്ങൾ അനുകൂലമായി ദുആ ചെയ്താലും നിങ്ങൾ പ്രതികൂലമായി ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മക്കൾക്ക് അനുകൂലമായി ദുആ ചെയ്യാവൂ. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് അവരിൽ കണ്ടുപോയാൽ അവർ നിങ്ങൾ ശപിക്കല്ലേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖൈറിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണേ. അല്ലാഹുവേ, എൻ്റെ മക്കളെ ഉയരങ്ങളിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് നമ്മളെ മക്കളിൽ കണ്ടുപോയ ഉടൻ തന്നെ ശാപമാക്കുക ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ഒരിക്കലും നന്നാവില്ലട എന്നൊന്നും പറയരുത് മാതാപിതാക്കളെ. അല്ലാഹുവേ, എൻ്റെ കുഞ്ഞിനെ നീ വളർത്തണേ അല്ലാഹ്. നീ നല്ല ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. വിദ്യാഭ്യാസ സമ്പന്നനാക്കണേ അല്ലാഹ്. സാലിഹായ പണ്ഡിതനാക്കണേ അല്ലാഹ്. ആലിമാക്കണേ അല്ലാഹ്. ഉദ്യോഗസ്ഥനാക്കണേ അല്ലാഹ്. നാട്ടുകാർക്കും ഉപകാരമുള്ള കുഞ്ഞാക്കണേ അല്ലാഹ് എന്ന് നല്ല ദുആ ചെയ്തു നോക്കട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. അല്ലാഹു നിങ്ങളെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്നതാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു തരുന്നത്, സൂറത്തുൽ ഇഖ്ലാസ് മാതാപിതാക്കൾ ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതുക. ഓതിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ്
വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ധാരാളമായി നിങ്ങൾ പാരായണം ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേ. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങളുടെ മക്കളെ എത്തിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം സൂറത്ത് ഓതുക. എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മക്കളെയും പഠിപ്പിക്കുക. ഈ സൂറത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവിയിൽ എത്തിക്കപ്പെട്ട ഒരു കുട്ടിയാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി റഹിമഹുല്ലാഹ്. മഹാനായ അജ്മീറിൽ ഇറങ്ങപ്പെട്ടിരിക്കുന്ന ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി റഹിമഹുല്ലാഹ് അല്ലേ. ഈ സൂറത്ത് ഓതിയത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു വിലായത്തിന്റെ ഔലിയാക്കളുടെ പട്ടികയിൽ അല്ലാഹു എത്തിക്കപ്പെട്ടു. നമ്മളൊക്കെ അജ്മീർ പോകാറുണ്ട്. ആ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉസ്താദിനോട് വലിയ വിശാലമായ ഒരു ചരിത്രമാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, ആവശ്യത്തിലുള്ള ഭാഗം മാത്രം എടുത്തിട്ട്. മഹാനായ ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ഉസ്താദിന്റെ അടുത്ത് ജനങ്ങൾ വന്ന് ചോദിക്കുകയാണ്, ഈ കുഞ്ഞ് ഔലിയാക്കളുടെ പട്ടികയിൽ എത്തപ്പെടാൻ വരെയുള്ള വലിയ പണ്ഡിതനാകാൻ എന്താണ് നിങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി റഹിമഹുല്ലാഹ് മഹാനവറുടെ ഉസ്താദായ ഉസ്മാൻ എന്ന മഹാൻ പറയുകയാണ്, അജ്മീർ ഖാജ തങ്ങളോട് ഔലിയാക്കളുടെ പദവി വരെ എത്താൻ കാരണമായത് സൂറത്തുൽ ഇഖ്ലാസ് റിയാദയായി കൊടുത്തത് ഈ സൂറത്താണ്. ഖാജ തങ്ങളോട് ഞാൻ ഓതാൻ പറഞ്ഞത്. അങ്ങനെ ഖാജ തങ്ങൾ ഈ സൂറത്ത് ഒരുപാട് ഓതുമായിരുന്നു. ഈ സൂറത്ത് ധാരാളം ഓതുന്ന മനുഷ്യരായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെയും ഈ സൂറത്ത് ഓതാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മാതാപിതാക്കളായ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഈ സൂറത്ത് അധികമായി ഓതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല ഫലം കാണുന്നതാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരുടെ ജോലി മേഖലകളിലോ അവരുടെ മറ്റു മേഖലകളിലോ എവിടെയെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെട്ടാൽ മാതാപിതാക്കൾ ഈ സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ മക്കളും ഓതാൻ പറ്റുന്നവരാണെങ്കിൽ ഈ സൂറത്ത് ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചവൻ നിങ്ങളെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പറഞ്ഞ മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശാഇരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖൻ ഹഖിനാ ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا ربنا وما كما ربنا صغارا. الله الحمد لله. പടച്ചവരെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹായവരാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥിലെ തവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു കൂടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ അല്ലാഹുവേ നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ അല്ലാഹുവേ നീ ജോലികൾ നൽകണേ തമ്പുരാനെ. പ്രശ്നം എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നു അല്ലാഹ്. അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഹോസ്പിറ്റലുകളിലാണ് തമ്പുരാനെ. സന്തോഷത്തോടെ അല്ലാഹുവോട് രോഗങ്ങൾ ശിഫയായി ഭവനങ്ങളിൽ വരാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ
എത്രയോ പേര് ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് അല്ലാഹുവേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പലരും വീടുകളില്ലാത്തവരാണ്, ഞങ്ങൾക്ക് വീടുകൾ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാ. ഞങ്ങൾ ആരെയും കടക്കാറായി നീ മരിപ്പിക്കില്ലേ അല്ലാ. ഞങ്ങൾ കടങ്ങൾ വീടാനുള്ള വഴികൾ നൽകണേ അല്ലാ. ഞങ്ങൾ പലരും വാടകയ്ക്ക് കിടക്കുന്നവരാണ്. പടച്ചവരെ, സ്വന്തമായി ഭവനം നൽകണേ അല്ലാ. സ്വന്തമായി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഭവനം നൽകണേ അല്ലാ. റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ മക്കളില്ലാത്തവരുണ്ട്. പടച്ചവരെ, സലീഹങ്ങളായ മക്കളെ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹുവേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ മേഖലകളിലും വിജയങ്ങളും ഖൈറുകളും സന്തോഷങ്ങളും ധാരാളമായി നിലനിർത്തണേ പടച്ചവനെ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹുവേ. അവർ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാ. ഞങ്ങൾ ഒരുമിച്ച് കൂടെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.